One, two, three, four. One, two, three. 너 그래 너 요새 너 조금 이상해졌어. 자꾸만 시도 때도 없이 시무룩하고 고민이 생겼니? 초등학교 영어 수업 시간에 배웠었던 현재 진행형 같아. 하루에 10번 내 맘이 움직여. 이상하고 아름다운 느낌이 좋아. 걱정되고 보고 싶은 이런 기분은 현재 진행형. 사실은 나도 뭐가 뭔지 잘 모르겠어. 어쩌다 우리 여기까지 알 수 없는 비동사 플러스 ing LOV를 붙여보면 사랑인 것 같고 say goodbye를 붙여보면 헤어질 것 같아서 ing. കുഞ്ഞൂട്ടാ കുഞ്ഞൂട്ടാ, നീ ഇതെവിടെ പോയി കിടക്ക? കുഞ്ഞൂട്ടാ, ഓ എന്റെ ഈശോയെ, സമയമാവാറ. ഇപ്പൊ തന്നെ സ്കൂൾ ബസ് വരും. ഇവനിത് എവിടെ പോയി കിടക്ക? കുഞ്ഞൂട്ടാ, എന്റെ ചെറുക്ക, നീ ഇത് എന്തോന്നീ കാട്ടി വെച്ചേക്കുന്നേ? ഇച്ചായ ഇച്ചായ ഇങ്ങ് വന്നേ, ഇത് നോക്കിക്കേ. എന്നതാടി കാര്യം? നീ വേണ്ട പറ, എനിക്ക് പോയിട്ട് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. നിങ്ങളിങ്ങോട്ട് നോക്കിയ മനുഷ്യ, നിങ്ങളുടെ കൊച്ചെന്തോ നീ കാട്ടി വെച്ചേക്കുന്നതെന്ന്. ഇനി ഇതിനെ കുളിപ്പിച്ച് റെഡി ആക്കി വരുമ്പോഴേക്കും സ്കൂൾ ബസ്സും പോവും. പിന്നെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി ഇട്ടിട്ട് ഞാൻ എപ്പോ ഓഫീസിൽ പോവാനാ? നിമി, നീ പൊക്കോ. ഞാൻ ഇവനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടാക്കിക്കോളാം. നീ ചെല്ലാൻ നോക്ക്. ഉറപ്പാണല്ലോ? ഞാൻ പോകും. പിന്നെ പോയി കഴിഞ്ഞിട്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആടി, നീ പൊക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. നിനക്കെന്തോ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞ? ചെല്ല്, നീ ഇനി ലേറ്റ് ആവാൻ നിക്കണ്ട. ആ, എന്നാ ഞാൻ പോണ്. പിന്നെ ഇതിനെ മാത്രല്ല, അതിനെ ഒന്ന് നോക്കിയേക്കണം. ആ, ശരി ശരി. മോനെ കുഞ്ഞൂട്ടാ, നീ എന്തുവാടെ ഈ കാട്ടി വെച്ചേക്കുന്ന്? രാവിലെ തന്നെ അപ്പയ്ക്ക് നീ നല്ല പണി ഉണ്ടാക്കി തന്നേട്ടോ. ഒരു കളിയില്ല. എന്റെ മകൾ വന്നേ, വന്ന് കുളിച്ച് സ്കൂളിൽ പോവാൻ നോക്കിക്കേ. വന്നിട്ട് മതി ബാക്കി കളിയൊക്കെ. ഒരു പറ്റായിക്കില്ല കുഞ്ഞൂട്ടാ, നീ വന്നേ, വന്ന് കുളിച്ച് സ്കൂളിൽ പോവാൻ നോക്കിക്കേ. ദേ, സ്കൂളിൽ പോയില്ലെങ്കിൽ അത് നിനക്ക് തരില്ല കേട്ടോ ഞാൻ. ആ, സ്കൂളിൽ പോവാങ്കിൽ ഞാൻ തരാത്. എന്റെ കുഞ്ഞുട്ടിന് വേണ്ടി മാത്രം. അപ്പൊ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച ഒരു സാധനം. അതൊക്കെ ഞാൻ തരാം. വന്നേ, എന്റെ കുഞ്ഞുട്ടൻ വന്ന് ആദ്യം കുളിച്ച്. സ്കൂൾ ബസ് ഇപ്പൊ വരും. ആണോ? അപ്പൊ ഉണ്ടാക്കിയാ മതിയോ? ആ, അപ്പൊ കൊണ്ടാക്കാം. വന്നേ, നമുക്ക് പോയി കുളിക്കാം. ആഹാ, എന്തേ കാണുന്നേ? രാവിലെ തന്നെ കുഞ്ഞോട്ട് നല്ല പണിയാണ് അപ്പയ്ക്ക് തന്നെ. नशा प्यारे नशा सबसे नशीला है, जिसे देखो यहाँ वो हुस्न की बारिश में गीला है, इश्क के नाम पे करते सभी अपराध। ഓ, ഒന്നും പറയണ്ടടാ, ഇത് മൊത്തം എനിക്ക് പണിയാന്നാ തോന്നുന്നത്. കിച്ചൺ മൊത്തം വലിച്ചു വരിയിട്ടേക്കാം. വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെ. അതൊക്കെ ഒതുക്കി പറക്കണാന് വലിയൊരു പണിയാണല്ലോ. അതിന്റെ ഇടക്ക് അതെ ഇവൻ ഇങ്ങനെയും കാട്ടി വെച്ചേക്കുന്നത്. അല്ല, അപ്പൊ മമ്മി പോയോ? ആ, അവള് പോയി കാണും. ഞാൻ പൊക്കോളാൻ പറഞ്ഞായിരുന്നു. ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇനി വെറുതെ ലേറ്റ് ആയിട്ട് അവളുടെ വായിലിരിക്കുന്നത് കേൾക്കട്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ആ, എന്നാ മമ്മി പോയിന്നാ തോന്നുന്നത്. ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. സമാധാനം, ലേറ്റ് ആവാതെ എത്തൂലോ. ആ, എടാ, നിന്റെ വാലിതുവരെ എണീറ്റിട്ടില്ല. കഴിക്കാനുള്ള ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിക്കണം. പിന്നെ ഞാൻ ഇവനെയും കുളിപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരാട്ടോ.
അല്ല ഇന്നപ്പോ സ്കൂൾ ബസ്സിന് പോണില്ലേ? ഇല്ല, അവനിന്ന് സ്കൂൾ ബസ് വേണ്ടാന്ന്, ഞാൻ കൊണ്ടുപോയി ആക്കിയാ മതിന്ന്. ആ എന്നാ അപ്പൊ പോയി അവനെ കുളിപ്പിക്കാൻ നോക്ക്. സമയം 8:30 അവള് കിടക്കണ കിടപ്പ് നോക്കിക്കേ. എടി പൊന്നു മര്യാദ എഞ്ച്, എടി പൊന്നു എനിക്ക് ഒന്ന് പോയേ ഞാനങ്ങനെ ഞങ്ങളെ ഒരു സിറുവലി ഇരുന്നതുവേ ഇതയത്തിലേ ഇതയത്തിലേ. പൊന്നു നീ മര്യാദ കെഞ്ചില്ലെങ്കിൽ ദേ ഈ വെള്ളം കൊടിയാ ഒഴിക്കുന്നു. നീ എനിക്കണോ അല്ലെങ്കിൽ ഈ വെള്ളം ഒഴിക്കണോ? എന്താ അപ്പൊ നിനക്ക്? നീ എന്നൊന്നും ഉറക്കൂന്ന്. ഇപ്പൊ എണീച്ചിട്ടെന്തിനാ? എണീച്ചിട്ടെന്തിനാന്നാ? കോളേജിൽ പോണ്ടേ? നീ പൊക്കോ, ഞാനൊന്നുമില്ല. എല്ലാ ദിവസവും അങ്ങോട്ട് പോയിട്ട് എന്തിനാണ്? ഞാൻ കിടന്ന് വാങ്ങട്ടെ കുറച്ചു നേരം കൂടി. എടി പൊന്നു മര്യാദക്ക് നീ എണീറ്റോ, അല്ലെങ്കിൽ ഞാൻ ഈ വെള്ളം ഒഴിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിക്കും. അത് ശരി, അപ്പൊ നിനക്ക് എണീക്കാനുള്ള ഉദ്ദേശമില്ല അല്ലേ? ശരി എന്നാ ഇപ്പൊ കാണിച്ചു തരാട്ടാ. തെണ്ടി വെള്ളം കൂടി വയ്ക്കണ. മര്യാദക്ക് ഞാൻ പറഞ്ഞാണോ എണീക്കാൻ? അപ്പൊ എണീച്ചിരുന്നെങ്കിൽ ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ? എന്തായാലും താങ്ക്സ്. താങ്ക്സ് എന്തിന്? നീ വെള്ളം കോരി വെച്ചോണ്ട് കുളി കഴിഞ്ഞ് ഇനി പല്ലേച്ചാ മതിയല്ലോ. ശാപം, എണീച്ചേ പല്ലേച്ച് കുളിച്ചേ. കുളിക്കണോ? പല്ലേച്ചാ പോരെ? പൊന്നു മര്യാദക്ക് പോയി കുളിച്ചോ. കുളിക്കാതെ സ്പ്രേ ഒക്കെ എടുത്ത് അടിച്ചിട്ട് എന്റെ കൂടെ വരാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നടക്കൂല മോളെ, നടക്കൂല. എന്റെ കൂടെ നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ല. സമ്മതിക്കില്ല. ശരി, ഞാൻ കുളിച്ചോളാം. ദൈവമേ, ഇതിനൊക്കെ കൊണ്ടു നടക്കുന്ന എനിക്ക് ഓസ്കാർ തരണം, ഓസ്കാർ. ഈശ്വര, ഇതിനൊക്കെ കിട്ടുന്നവന്റെ അവസ്ഥ എന്തായിരിക്കോ എന്തോ. അതെന്തേലും ആയിക്കോട്ടെ, നീ അതൊക്കെ ആലോചിച്ച് വെറുതെ ബുദ്ധിമുട്ടണ്ട. നീ അല്ലല്ലോ എന്നെ കിട്ടുന്നത്. ഞാൻ റെഡിയായി, വാ നമുക്ക് പോകാം. നീ ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്ക്. എടി അപ്പ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാ, കഴിക്കാണ്ട് പോയാലും എങ്ങനെ ശരിയാവാ? നീ കഴിക്ക്. ഞാനൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് വിശക്കുന്നുണ്ട്. അതിന് ആരും ഫുഡ് കഴിക്കാണ്ടിരിക്കണ? നീ എന്തായി പറയുന്നേ? ഫുഡ് കഴിക്കാണ്ട് ഞാനില്ല എങ്ങോട്ടും. അത് ശരി, എന്നെടുത്ത് കഴിക്ക്. അല്ലടാ, എല്ലാരും എന്തേ? അപ്പെന്തേ? അതൊക്കെ അറിയണമെങ്കിലേ നേരത്തെയും കാലത്തും എണീക്കണം. മമ്മിക്ക് എന്തോ മീറ്റിംഗ് അങ്ങാണ്ടുണ്ടെന്നാ അപ്പ പറഞ്ഞത്, അതുകൊണ്ട് മമ്മി നേരത്തെ പോയി. പിന്നെ കുഞ്ഞുട്ടനാണെങ്കിൽ ഇന്ന് സ്കൂൾ ബസ്സിൽ പോണില്ലാന്ന്, അപ്പ കൊണ്ടായാക്കിയാൽ മതിയെന്ന്. അതുകൊണ്ട് അപ്പ അവനെ സ്കൂളിൽ കൊണ്ടായാക്കാൻ വേണ്ടി പോയി. ഓ അങ്ങനെ, അതാണ് അപ്പ ആരെയും കാണാഞ്ഞ്. നീ ഇങ്ങനെ നടന്നോ? അല്ലടി പൊന്നു, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക. നിനക്ക് രാത്രി എന്തോന്നാ പണി? നീ വല്ല കക്കാൻ പോണ്ട പെണ്ണേ? അത് പിന്നെ ഞാൻ നിന്നെപ്പോലെ ഒന്നുമല്ല, ഞാൻ കുറച്ച് പഠിക്കുന്ന കൂട്ടത്തില. ഓ ആണോ? എന്നിട്ടാണോ മാർക്ക് കിട്ടുമ്പോ ഇതൊന്നും കാണാത്തെ? എന്തോന്ന്, ക്ലാസ്സിലെ ഫസ്റ്റ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം മാർക്കൊക്കെ എനിക്കുമില്ലേ? ഉണ്ട്. എടി പൊന്നു മോളെ, നിനക്ക് എന്തോ ഒരു ഉഡായിപ്പുണ്ട്. നോക്കിക്കോടി, അധികം വൈകാതെ ഞാനത് കണ്ടുപിടിക്കുന്നുണ്ട്. എന്തുവാടാ? ഒന്നുമില്ല, ഉഡായിപ്പ് കഴിക്ക. അല്ല പൊന്നു കഴിക്ക. ഹരിയേട്ടാ, ദേ ഫുഡ് റെഡി ആയിട്ടിട്ട്, വാ കഴിക്കാം. എടി മക്കളെന്തേ? കഴിച്ചോ അവര്? പുന്നാരി എന്ത് പറയാനാ, അവൻ രാവിലെ ഇവിടെ ഒന്നും കഴിക്കാറില്ലല്ലോ, അപ്പുറത്തൊന്നല്ലേ കഴിക്കാറ്. അപ്പൊ അവൻ പോയി. പിന്നെ കണ്ണനാണെങ്കിൽ റെഡി ആവുന്നുണ്ട്, അവനിപ്പൊ തന്നെ വരുമായിരിക്കും. ഏട്ടൻ കഴിക്ക്.
shorter when you're not strong. Closer. ആ കണ്ണാ മോനെ നീ വന്നോ? വാടാ ഇരിക്ക്. അമ്മ മതി. ആ ഓക്കെ എന്തോ എനിക്കിത് കുറവായിട്ടാ തോന്നുന്നത്. എന്റെ അമ്മ ഇങ്ങനൊന്നും വിളമ്പി തരല്ലേ, എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതൊക്കെ നിനക്ക് തോന്നുന്നത്, ഇതൊക്കെ നിനക്ക് കഴിക്കാന്നുള്ളൂടാ. നീ ഇത് കഴിച്ചിട്ട് പോയാൽ മതി ഓഫീസിൽ. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കുന്നത് എപ്പോഴാ? ഉച്ചയ്ക്ക്. അതപ്പോൾ നീ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോന്ന് ആർക്കറിയാം? നീ പറഞ്ഞുള്ള അറിയല്ലേ എനിക്കുള്ളൂ. അതുകൊണ്ട് നീ ഇതൊക്കെ മൊത്തം തിന്നിട്ട് പോയാൽ മതി. ആ ശരി, ഞാൻ അത് കഴിച്ചിട്ട് പോവുള്ളൂ. അല്ല അപ്പോ പോയാ? ആ അവനൊക്കെ എപ്പോഴേ പോയി. അല്ലപ്പാ അപ്പൊ ഇന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടോ? ഇല്ലടാ, ചെലപ്പോ ഞാൻ വരും, ചെലപ്പോ വരാതെ ഇരിക്ക. എൻ്റെ ഒരു ഫ്രണ്ടേ ഇന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട്. കുറെ ആടെ ഞങ്ങള് കണ്ടിട്ട്. അപ്പൊ ഒന്ന് അവിടെ വരെ പോണം. ആ പോകും. ഇവിടെ നിന്ന് എങ്ങനെയാണോ പോണത് അതുപോലെ തന്നെ തിരിച്ച് കേറാമെങ്കിൽ മാത്രം ഇവിടെ നിന്ന് പോയാ മതി. ഞാൻ പിന്നെ എങ്ങനെ വരാനാ? ഞാൻ അതുപോലെ തന്നെ വരും. വന്നാ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ റൂമിന്റെ വാതില് മാത്രല്ല ഈ വീടിന്റെ വാതില് പോലും ഞാൻ തുറക്കത്തില്ല. അപ്പാ സൂക്ഷിച്ചു, അപ്പ പെട്ട്. ഇന്നതെന്ത് പറ്റി? നിന്റെ ബെസ്റ്റ് ഡേ വരുന്നേ ഉള്ളൂ. സാധാരണ അവള് നിന്നെയും കാത്തോടെ നിക്കാറ പതിവ്. ആവോ ആർക്കറിയാം, വരട്ടെ ചോദിക്കാം. ലച്ചു എന്നെ പറ്റി? സാധാരണ നീ നേരത്തെ വന്നതാണോ? ഇന്നെന്താ ലേറ്റ് ആയിട്ട്? ഓ ഞാൻ നേരത്തെ വരുന്ന പരിപാടി അങ്ങ് നിർത്തി. ഞാൻ എന്തിനാ നേരത്തെ വന്ന് നിന്നെ നോക്കി ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്ന? നീ വരുന്ന ഈ സമയത്ത്, അപ്പൊ പിന്നെ എനിക്ക് ഈ സമയത്ത് വന്നാ പോലെ. ഇത്ര നാള് കൂടെ നടന്നിട്ട് നിനക്കത് ഇപ്പോഴാണോ കൊച്ചെ മനസ്സിലായത്? ഓ എന്ത് ചെയ്യാനാ, രാത്രി വന്നിട്ട് ചിലര് മെസ്സേജ് ഇടും, ഇനി ഞാൻ നാളെ നേരത്തെ കോളേജിൽ എത്തും, നീ നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആ മെസ്സേജും കണ്ടിട്ട് ഇങ്ങ് പോരും. എന്നാ മെസ്സേജ് ഇട്ടവരോ അവരൊട്ട് വരത്തില്ലതാനും. സേവന കിട്ടാ എന്നാ ചെയ്യാൻ? ആ മെസ്സേജ് ഞാനങ്ങ് മറന്നു തോന്നി. ആ അല്ലേലും നിനക്ക് ഈടെയായിട്ട് ചില മറവികളൊക്കെ ഉണ്ട്, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. ആ മതി, നീ കൂടുതലൊന്നും അങ്ങ് ഇളിക്കണ്ട. വാ ക്ലാസ്സിൽ പോവാ. എന്തുവാടി കുന്തം, ഇങ്ങോട്ട് വാങ്ങട്ടെ, ക്ലാസ്സിൽ പോവാന്ന്. എടാ ഞങ്ങൾ ക്ലാസ്സിൽ പോവാണേ. ഞങ്ങള് ക്ലാസ്സിൽ പോവാന്ന്. എന്തുവാണിത്? നീ എന്റെ ചെവി പൊട്ടിക്കോ? എന്താ വിളിച്ചേ? ഒന്നുമില്ല, ക്ലാസ്സിൽ പോവാന്ന്. അപ്പോ അതിനാണോ? അത് പിന്നെ നിങ്ങളുടെ മര്യാദക്ക് പറഞ്ഞിട്ട് നീ കേട്ടില്ല, അതല്ലേ? അത് പിന്നെ ഞാൻ എന്തോ പെട്ടെന്ന് അങ്ങനെ എന്തോ ആലോചിച്ചിട്ട്. ഒന്നുമില്ല, നീ പൊക്കോ, ഞാനും പോവാ. എന്തുവാടാ ഇത്? നീ അവളെ കാണുമ്പോ എന്തിനാ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ? ഇങ്ങനെ നോക്കി നിന്നിട്ടൊന്നും നടക്കാൻ പോണില്ല. അവളോട് എന്തെങ്കിലും പറയാനെനിക്ക് നീ ഇപ്പോഴേ പോയി പറയുന്ന നല്ലത്. അല്ലാതെ കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ കണ്ട അയ്യോ പത്തോ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ നീ കണ്ടല്ലേ? ഓ കണ്ട്. മാം ടെൻഷൻ ആവണ്ട, ഈ വീക്കെല്ലാം എന്തായാലും തരും. മാം ഇത്തിരി ഹെവി വർക്ക് പറഞ്ഞുകൊണ്ട് കുറച്ച് ബിറ്റ്സ് വർക്ക് ഉണ്ട്, അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ മാമിനെ വിളിക്കാം, അതനുസരിച്ച് മാം വന്ന് കളക്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ മാം ഓക്കെ മാമിന് വന്ന് കളക്ട് ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ വന്നാൽ മതി. ഞാൻ വിളിക്കാം, അതനുസരിച്ച് മാം വന്നാൽ മതി. ഇല്ല വേണ്ട, അഡ്വാൻസ് മാം ഓൾറെഡി തന്നതാണല്ലോ. ബാക്കി പേയ്മെന്റ് ഒക്കെ ഞാൻ അപ്പോൾ പറയാം, അപ്പോൾ തന്നാൽ മതി. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഓക്കെ മാം. ഓക്കെ താങ്ക് യു. दिल कैसे बयान करूं, तू ही कह दे वो जो बात मैं कह ना सकूं, कि संग तेरे पानियों सा बहता रहूं, तू सुनती रहे मैं कहानियां से कहता. എന്താണ് അവരീ പറയുന്നത്? ഒന്നും പറയണ്ടടാ,
ഒരു വെഡ്ഡിങ് ഡ്രസ്സ് അത് ഡിസൈൻ ചെയ്യുമ്പോൾ പോലും എനിക്ക് ഇത്ര പാടുണ്ടായില്ല. അതിൻ്റെ ആ മെറ്റീരിയൽ അന്വേഷിച്ച് ഞാൻ എത്ര ഷോപ്പിൽ കയറി ഇറങ്ങിയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അവസാനം അത് ഒരു കണക്കിനെ കിട്ടിയത്. അതാ ഇത്ര ലേറ്റ് ആയത്. അത് മാത്രമല്ല, അവർക്ക് ഹെവി വർക്ക് വേണം താനും, ഹാൻഡ് വർക്ക് തന്നെ വേണം. മെഷീൻ വർക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഹാൻഡ് വർക്ക് എന്ന് വെച്ചാൽ നല്ല ടൈം എടുക്കും. അത് മാത്രമല്ല, അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നല്ല ടൈം എടുക്കും. എന്ത് ചെയ്യാനാന്ന് പറ, ഇതിപ്പോ ഇങ്ങനെ കിടക്കല്ലേ. ഹാൻഡ് വർക്ക് കഴിയാത്ത സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ അവരെക്കാൾ ധൃതി എനിക്കാണ്. ഇതൊക്കെ ഒന്ന് കൊടുത്ത് തീർത്തിട്ട് വേണം എനിക്ക് നാട്ടിൽ പോവാൻ. അതെങ്ങനെയാ? നീ ഇവിടെ അത്യാവശ്യം ഫേമസ് ആയ ഒരു ഫാഷൻ ഡിസൈനർ അല്ലേ, അതുകൊണ്ടല്ലേ എല്ലാരും നിന്റെ അടുത്തേക്ക് വരുന്നത്. സത്യം പറഞ്ഞാ അതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. ഇവിടെ വരെ എത്തുന്ന ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് വർക്കിന്റെ പ്രഷറൊക്കെ വരുമ്പേ നമുക്ക് ചിലപ്പോൾ മടുത്തിട്ട് ഇട്ടിട്ട് പോവാൻ തോന്നും. അതൊക്കെ വിട്. അല്ലടാ, നീ എന്തെങ്ങോട്ട് പോന്നേ? അത് പിന്നെ ഞാൻ ചുമ്മാ പോന്നതാടാ. എനിക്കിന്ന് ഓഫായിരുന്നു. റൂമിലിരുന്ന് മടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് എങ്ങോട്ട് പോരാന്ന്. ആണോ? അതെന്തായാലും നന്നായി. ഞാനിവിടെ എന്നാ ചെയ്യൂന്ന് ഒത്തിരിക്കായിരുന്നു. എന്നെ കൊണ്ട് വല്ല പണിയും ചെയ്യിപ്പിക്കാനായിരിക്കും. അത് തന്നെ. നീ ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നീ ചെയ്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണേ. ഈ ബീഡ്സ് എടുക്കുക, അവിടെ എവിടേക്കായിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. എന്താന്ന്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യ? ഈ ഡ്രസ്സിൽ മൊത്തം ഞാൻ ബീഡ്സ് ഒട്ടിക്കണോ? എടാ, അങ്ങനെ മൊത്തമൊന്നും വേണ്ട. അവിടെ എവിടെയൊക്കെ കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നീ അതുപോലെ ചെയ്താൽ മതി. ഓ, ഇതെനിക്ക് നീ വല്ലാത്ത പണിയെ തന്നു. ഇതിന്മേൽ ആ റൂമിലിരുന്നാൽ മതിയായിരുന്നു. എടാ, ഞാൻ പാട്ടൊക്കെ വെച്ചരാടാ. പാട്ടൊക്കെ കേട്ട് പതുക്കെ ഒട്ടിച്ചാൽ മതി. വൈകിയാലും കുഴപ്പമില്ല. നിനക്ക് പോയിട്ട് ധൃതിയൊന്നുമില്ലല്ലോ, ഞാൻ കൊണ്ടാക്കി തരാം. ശരി എന്നാ, ഞാൻ ഒട്ടിക്കാം. അതെ, പിന്നെ നീ എന്തിനും കാര്യമായിട്ട് അങ്ങ് ഓർഡർ ചെയ്തു? അല്ല, നമുക്ക് ഇടക്ക് കഴിക്കാം. ശരി, ഓർഡർ ചെയ്യാം. നീ ഒട്ടിക്ക്. അല്ലടാ ചേച്ചു, പറഞ്ഞതുപോലെ നിന്റെ റാം എന്തി? അവൻ എന്നാ പറയുന്നു? ഓ, അവന്റെ കാര്യം എന്നാ പറയാനാ. ആ ക്യാമറയും തൂക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീടും വേണ്ട, വീട്ടുകാരും വേണ്ടല്ലോ. അപ്പൊ ആളിവിടെ ഇല്ല? ഓ, ഇവിടെ ഇല്ല. അവനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലായിരുന്നോ? അവനെങ്ങോട്ടാ പോയ? ഏതൊരു വെഡിങ് ഷൂട്ടിന് വേണ്ടിയിട്ട് പോയതാ. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. അവന് മാത്രം ഇവിടെ എത്താറായിട്ടില്ല. എവിടെയെങ്കിലും തന്നെ തിരിഞ്ഞെടുക്കണ്ടാവും. കുരു 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 കൂവി കുറുകി കുന്നിമരത്തേൽ